ഖജാ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീരോടും മുമ്പൽ കുറിയ ലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഗുരുവര്യരും അമ്മാവനുമായ ഖുതുബും ശൈഖുമായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള ജനങ്ങളുടെ വെള്ളം തീർന്നുപോയി. ഖജാ മുഹിദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കീറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീരോടുങ്ങുമ്പോൾ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. വെള്ളം തീർന്നപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ തണ്ണീർ കബീറോട് തേടുക, നിങ്ങൾക്ക് കറാമത്ത് മുഖേന വെള്ളം തരാൻ ഞാൻ ആവശ്യം ഇല്ല. എന്റെ ശിഷ്യനും മുരീദുമായ അഹ്മദുൽ കബീർ റിഫാഇ മഹാനവറുകൾ ഉണ്ട്, നിങ്ങൾ ആ ശിഷ്യനോട് തേടുക. അപ്പോഴവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. അപ്പോൾ കപ്പലിൽ അതാ പോകുന്ന ഈ യാത്രക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുവെള്ളം മുക്കിയിട്ട് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് ശുദ്ധജലമായിരിക്കുന്നു. വല്ലാത്ത ജാതി തള്ളായിപ്പോയി പേരോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ പേരോട് പറഞ്ഞതെന്താണ്? റിഫായി ഷെയ്ഖ് കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കുടിവെള്ളം കഴിഞ്ഞപ്പോൾ കടലത്തെ വെള്ളം മുക്കിയിട്ട് ഇന്നാ കുടിച്ച നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കൊടുക്കുവാൻ ആരാണ് പറഞ്ഞത്? അങ്ങനെ ആ ഒരു റിഫായി ഷെയ്ഖിനോട് തേടാൻ ആരാണ് പറഞ്ഞത്? അത് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് എവിടെ ഇരുന്നു? കപ്പലുണ്ടായിരുന്നോ? ഇവർ രണ്ടു കൂട്ടരും കൂടിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ തന്നെ അങ്ങനെ ആക്കി കൂടായിരുന്നോ പേരോടെ? എന്തിനാ പേരോടെ ഈ ജനങ്ങൾ എങ്ങനെ പറഞ്ഞ് പറ്റിച്ച് പേപ്പിച്ചും കൊണ്ട് കിടക്കണത്? ഉപജീവനത്തിന് വേണ്ടിയിട്ട് കൈക്കോട്ടെടുത്ത് കളക്കാൻ പോയിക്കൂടെ? അല്ലേ? വല്ല വാർക്കപ്പണിക്കും പോയിക്കൂടെ? വല്ല ഈ പ്ലാസ്റ്ററിങ് തേപ്പേരപ്പം പോയിട്ട് സിമെൻറ്റും മണലും, ഇപ്പോൾ മണലല്ല എംസാൻഡാണ്, അത് കൂട്ടിയിട്ട് ചട്ടിയിലേറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുക്കാൻ പോയിക്കൂടെ? നല്ല കൂലിട്ടൂലേ? ആ അന്നത്തിന് ഇതിനേക്കാട്ടിലും രുചി ഉണ്ടാവില്ലേ, ടേസ്റ്റ് ഉണ്ടാവില്ലേ? അത് ശരീരത്തിൽ നല്ല അന്തസ്സായിട്ട് പിടിക്കൂലേ? എന്തിനാണ് ഈ നുണപ്പാട്ടും പാടിയിട്ട്? ഇന്ന് വേറൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇത് കാര്യങ്ങളൊക്കെ ഈ മൈക്കയും വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ തെളിവെന്താ പറഞ്ഞത്? ഒരു മാലയുടെ അടിസ്ഥാനം എന്താണ്? ആരോ പിരാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഓൻ്റെ വായിൽ വന്ന കോതക്ക് പാട്ട് പാടി അത് മറ്റാരോ എഴുതി വെച്ചു. ആ പാട്ട് എന്നിട്ട് ഇവരങ്ങനെ ദീനിന് തെളിവാക്കി കൊണ്ടുനടക്കാണ്. പൊന്നാര സഹോദരന്മാരെ, ഇതിന് ഈ മായാവി കഥയായിട്ട് ദീനിനൊരു ബന്ധമില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരാൾക്ക് തോന്നും പോലെ ചെയ്യാനുള്ളതല്ല കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്. അത് ചിലപ്പോൾ അവരുടെ ഒരു വാക്കിലോ അവരുടെ ഒരു പ്രവൃത്തിയിലൊക്കെ അത് ദൃശ്യമാകും, അത് പ്രകടമായേക്കാം, അതിലൊന്നും സംശയമില്ല. അത് ഒരാവശ്യഘട്ടത്തിൽ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യഘട്ടത്തിൽ വിരലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരുത്തി. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത വെള്ളം ചോദിച്ചപ്പോൾ പാറക്കടിച്ചു. ഇതൊന്നും അവരുടെ ഒരു കാര്യമല്ല. അവരുടെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിൻ്റെ അറിവോടെ അള്ളാഹു നടത്തി കൊടുക്കുന്ന മോചിസത്താണ്. അങ്ങനെ മോചിതത്ത് നടത്തുവാൻ പ്രവാചകന്മാർക്ക് അള്ളാഹുവിനിടയിൽ മലക്കുകൾ മീഡിയേറ്റർമാരായിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചോദിച്ചാൽ ലഭിക്കും എന്ന് ഉറപ്പുള്ള ദുആകളുണ്ട് പ്രവാചകന്മാർക്കെല്ലാണ്ട്. ഈ ഔലിയാക്കൾ എന്ന് ഇവർ പാടിപ്പുകഴ്ത്തി നടക്കുന്ന ഈ ആളുകൾ, അതിലിപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹി ആവട്ടെ, റിഫായി ആവട്ടെ, ആരെന്നെ ആവട്ടെ, ഓല ഔലിയാണെന്നുള്ളത് ഓലിക്ക് തന്നെ അറിയില്ല. ഈ ഔലിയ എന്ന് പറഞ്ഞാൽ അതൊരു സനതാക്കിയിട്ട് കൊണ്ട് തലയിൽ വെച്ച് കൊടുക്കണമെന്നല്ല, അല്ലെങ്കിൽ നുബുവത്ത് പോലെ മലായിക്കത്തീങ്ങളുടെ ആ ഒരു ലെവലിൽ വരുന്നതുമല്ല. ഔലിയാക്കൾ എന്നുള്ളത് അള്ളാഹുവോട് അടുക്കൽ കാരണമായിക്കൊണ്ട് അള്ളാഹു അടുക്കുകയും അള്ളാഹു അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അത് അവരും അള്ളാഹുവും തമ്മിലുള്ള മുനാജാത്ത്.
അത് അവരും അള്ളാഹുവും തമ്മിലുള്ള മറ്റു കാര്യങ്ങൾ. അതിനെന്തിനാണ് ചെങ്ങായിമാരെ ഔലിയാക്കന്മാർക്ക് വിലായത്തുണ്ടെങ്കിൽ ഓലെ നിങ്ങൾ ബിസിനസ് ചരക്കാക്കുന്നത്, ബിസിനസ്സിൻ്റെ ഭാഗമാക്കുന്നത്? ഇത് പൊട്ടപ്പോയത്തല്ല, ഇത് തരികിടയാണ്, ഇത് ഉപജീവനമാക്കിയിരിക്കുകയാണ്, ഇത് മയ്യത്ത് വ്യാപാരമാണ്. ഇതന്നെയാണ് മയ്യത്ത് വ്യവസായവും ഖബർ വ്യാപാരവും. ഇത് തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, ഒരു ചെറിയ തൗഹീദി പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ട മൊയ്തീമാരും നിഫാഴിമാരും ബദറേത്തും പാട്ടും കൂത്തും എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടും നമ്മളിപ്പോഴും സമാധാനിക്കാൻ നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കാക്കക്കാരന്മാർ പാപ്പാർ ഇങ്ങനെ പൂജല്ലേ, ഇവരൊക്കെ പഴച്ചോല്, ഓലൊക്കെ പുത്തന്മാരികൾ, ഓലൊക്കെ പിന്നെ വന്നോല്, നമുക്കൊന്നും ആവശ്യമില്ല. അവിടെ നമ്മൾ നിൽക്കുന്നത് സഹോദരന്മാരെ, പരലോകം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണേ എന്ന എന്നോടും ശബ്ദം കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത്. ഇതൊരു കേവലം ഒരു സുന്നി മുജാഹിദ് തർക്ക വിഷയമായിട്ട് നിങ്ങൾ കാണണ്ട, അങ്ങനെ ആലോചിക്കണ്ട. എന്താ മുജാഹിദ് അങ്ങനെ പറയാൻ? ഓർക്ക് നമുക്ക് അങ്ങണ്ടാക്കണം മറുപടി വെക്കണം, അതൊക്കെ ആയിക്കോട്ടെ, എന്നെ വൈക്ക് പോയിക്കോട്ടെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ചോദ്യം ഉണ്ടാകുന്നുള്ളത് നമ്മൾ മറക്കാതെ വെക്കുക. ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയതൊക്കെ പാടെ സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലി തരുന്ന ബന്ധം സങ്കല്പിച്ചു നോക്കുക. കുത്തുബൈത്ത് ചൊല്ലിയാൽ കൂലിട്ടും, മൊഹീദ്ദീമാരെ ചൊല്ലിയാൽ കൂലിട്ടും, ഈ പാട്ടും ബൈത്തിനെ കൂലിട്ടും, ഹദ്ദാദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്കുക, വെറുതെ മനസ്സ് സങ്കല്പിക്കാം. എങ്കിൽ എന്താ സംഭവിക്കാം? എല്ലാ ദിവസവും ഇഷാമലിബിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷാക്ക് ശേഷമോ ഒക്കെ നമ്മളെ പല മിക്കവാറും പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടല്ലോ. ആരുണ്ടാക്കിയ ഹദ്ദാദ്? 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളുണ്ടാക്കിയതാണ്. അതിപ്പോ എല്ലാവരും സമ്മതിക്കും, തർക്കമൊന്നുമില്ല. ഒരു ഹദ്ദാദിനെ പോട്ട് ഉസ്താദെ ഈ ഹദ്ദാദ് ആരുണ്ടാക്കിയത് ചോദിക്കാം. റസൂൽ ഉണ്ടാക്കിയ സ്വഹാബികളൊക്കെ പട ചൊല്ലിന്ന് ഒരു ഉസ്താദും പറയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി. ആ ചോദിക്കുമ്പോ ഉസ്താദ് മോത്ത് എന്താണ് എനിക്ക് വഹാബിക്കണോ ചോദിക്കും. ആയിക്കോട്ടെ, എന്നാലും പേടില്ല, നിങ്ങൾ ചോദിക്കാം. ഉസ്താദ് റസൂലും സഹാബികളും ചൊല്ലിയതാണോ ഹദ്ദാദ്? വേറെ ഒന്നും വേണ്ട, എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നിലർത്തിക്കൊണ്ട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചോദ്യം ചോദിക്കാം. ഉസ്താദ് റസൂലിന്റെ കാലത്ത് ഏഷാ മദ്ഹബിന്റെ ഇടയിലാണോ ഏഷാക്ക് ശേഷമാണോ ഹദ്ദാദ് ചോദിക്കുക? ഒന്നില്ല, നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ്. അപ്പൊ ഉസ്താദ് മണ്ടമ്മ ചോദിച്ചപ്പോ എടാ അന്നതൊന്നുമില്ല. പിന്നെ എന്നേ ഉസ്താദ് ഉണ്ടായി? ഇതൊരു 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്നാൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഹദ്ദാദ് പേര് തന്നെ. ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയിട്ട് 1400 കൊല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയിട്ട് 1400 ചില്ലാനം കൊല്ലങ്ങളായി. ഇപ്പൊ ഹിജ്റ 1439 നമ്മൾ നിൽക്കുന്നത്. ആയത്തിറങ്ങിയത് ഹിജ്റ 10-ാം കൊല്ലം. അപ്പൊ 1429 കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട്. ദീന് പൂർത്തിയാക്കിയ ആയത്ത് ഇറങ്ങിയിട്ട് 1429 കൊല്ലം. ഹദ്ദാദ് ഉണ്ടായിട്ട് 600 കൊല്ലം. അപ്പൊ ആയത്തിറങ്ങിയ കാലം മുതൽ 829 കൊല്ലത്തെ മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ലോകത്തെവിടെയും ഹദ്ദാദ് ഉണ്ടായിട്ടില്ല. അത് ശേഷം ഹദ്ദാദ് തുടങ്ങി. നമ്മൾ പറയാ നമ്മൾ പഴയതാണ്, നമ്മൾ പാരമ്പര്യമാണ്, മറ്റൊക്കെ പുത്തമ്പാതിയാണ്. അതാ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കൂലി കിട്ടുന്ന സങ്കല്പിക്കാം. നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹാബികൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക. എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ മഅ്ശറയ്ക്ക് വരുമ്പോ നമ്മളെ നന്മയുടെ ഏട് തരുമ്പോ നമ്മളെ ഏട് എന്തൊക്കെ ഉണ്ടാകാം? ഒരു 100 കുത്തുബിയത്ത്, ഒരു 10,000 ഹദ്ദാദ്, കുറെ നാരിയ സ്വലാത്ത്, കുറെ ബദർ ബൈത്ത്, കുറെ മുഹിദ്ദീമാല, കുറെ മൗലൂദ്, കുറെ നബിദിനാഘോഷം, കുറെ ജാടത്തങ്ങ് പോയത്, നാർച്ചപ്പെട്ടി പൈസ ഇട്ടത്, ഇതൊക്കെ നമ്മൾ നന്മയുടെ തുലാസിലുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അതും ഉണ്ട്. സഹാബികളെ കിതാബ് കൊടുക്കുമ്പോഴോ ഉമർ ഖത്താബിന്റെ ഏടിൽ എത്ര ഹദ്ദാദ് ഉണ്ടാകും? ഉമർ ഖത്താബിന് കിട്ടുന്ന ഏടില് ഹദ്ദാദ് ഉണ്ടാവില്ല, കുത്തുബൈത്ത് ഉണ്ടാവില്ല, റാത്തീബ് ഉണ്ടാവില്ല, സലാത്ത് നാരിയ എന്ന നാരിയ സലാത്ത് ഉണ്ടാവില്ല. ആ നിലക്കുള്ള പലതും കാണൂല. ഉമർ ഖത്താബ് നബി വിളിച്ചു, എന്താ നബിയെ ഓല ഏടിൽ വേറെ കുറെ കാണുന്നു? എടാ ഹദ്ദാദു റാത്തീബൊക്കെ, ഹദ്ദാദു റാത്തീബ് എന്താ? അതൊക്കെ ഓല് പിന്നെ ഓരോരുത്തരുണ്ടാക്കിയിട്ട് ഓല് കുറെ ചൊല്ലി തീർത്ത് അതിനൊക്കെ കൂലുണ്ട്. ഉമർ ഖത്താബ് വിടോ? എന്താ നബി നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചിട്ടേക്കൂലേ?
ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു ദീനൊക്കെ പൂർത്തിയാക്കി, ഇനിയൊന്നുമില്ല, കൂട്ടാനും പോണ്ട കുറക്കാനും പോണ്ട, ഇതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പോയിട്ട് ഇപ്പം കണ്ടോ അവിടെ നിങ്ങൾ കിനാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക, അതുണ്ടാക്കിക്കോ, ഇതുണ്ടാക്കിക്കോ, അങ്ങനെ ചെല്ലിക്കോ, ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞെടുത്ത് ഓലൊക്കെ പട ചെല്ലിപ്പ കണ്ട ഓല ഞങ്ങളെക്കാളും മേലെത്തി എന്ന് പറയുന്നേ. ഇതുണ്ടാവോ? അങ്ങനെ സാഹചര്യം ഉണ്ടാവോ സഹോദരന്മാരെ? ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ സംഭവിക്കാം. കൂലി കിട്ടൂലെങ്കിലോ എന്തിനാ ഏർപ്പാട്? അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും സഹാബത്തൊക്കെ ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ട്, റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്, കുത്തുബിയത്ത് കഴിച്ചിട്ടുണ്ട്, നേർച്ച ഈ വക നേർച്ചപ്പെട്ടേക്ക് പണം എറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒന്നില്ല. ഇനി നമുക്ക് ആലോചിക്കാൻ മാണോ വേണം, എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്കത് മതി, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മാത്രം. സഹോദരന്മാരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലയിടത്തും ചരിത്രത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു.